സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് കഴുകാം, അല്ലെങ്കിൽ സ്റ്റീമിംഗ് ക്ലീനിങ് മെഷീൻസ് ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. വയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്റീരിയറിലോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടീമാണെങ്കിൽ നിർബന്ധമായിട്ടും സേവ് ചെയ്യേണ്ട ഒരു നമ്പറാണ് ഇവരുടെ നമ്പർ. എപ്പോഴും പറയുന്നത് ഫാമിലി ആയിട്ടിരുന്ന് അവർക്ക് ഡിസൈൻ ചെയ്യാം. കിച്ചൺ പിടിപ്പിക്കാൻ നമുക്ക് 4 മണിക്കൂർ ഫുള്ളി ഫിനിഷ് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങാം. ഇപ്പൊ ഇവിടെ നിന്ന് ഈ കിച്ചൺ തന്നെ അഴിച്ച് നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് പിടിപ്പിക്കാൻ പറ്റും. ഇത് എപ്പോക്സി കോട്ടിംഗ് ആണ്. ഇത് ബേക്ക് ചെയ്താണ് ഓൾറെഡി കോട്ട് ചെയ്യുന്നത്. ഒരു 270 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രിയിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇതിന് ബേക്ക് ചെയ്ത് കോട്ട് ചെയ്യുന്നത്. ഒരുപാട് ഹോം ടൂറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഹോം ടൂറാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തമായി എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ശരിക്കും ഹോം ടൂർ എടുത്ത് പോകുക മാത്രമല്ല ചെയ്യുക, അവരോട് പേഴ്സണലായിട്ട് നിങ്ങൾ ഇന്റീരിയർ ചെയ്ത എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ, ചെയ്ത ടീം പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻസ് തന്നിട്ടുണ്ടോ, അതിൻ്റെ സർവീസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും അതിൻ്റെ ഉത്തരം വളരെ മോശമാവാറുണ്ട്. എന്നാൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഈ പ്ലൈവുഡ് ആണെങ്കിലും മറ്റേത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും നമ്മുടെ കേരള കാലാവസ്ഥയിൽ എക്സ്പാൻഷൻ വന്നുകൊണ്ട് അത് തുഴയാതെ മടയാതെ ഒക്കെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നിൻ്റെ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത കംപ്ലീറ്റ് സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ഇൻറ്റീരിയർ ചെയ്യുന്ന ഒരു ടീമിനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ വയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇൻറ്റീരിയറിലോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടീമാണെങ്കിൽ നിർബന്ധമായിട്ടും സേവ് ചെയ്യേണ്ട ഒരു നമ്പറാണ് ഇവരുടെ നമ്പർ. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ തന്നെ പറയുന്നുണ്ട്. ഇവർ ചെയ്ത ഒരു ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്ത ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ചെയ്ത കിച്ചൺ ഉണ്ട്. നിങ്ങൾ എന്തായാലും കാണേണ്ട കിച്ചൺ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ കിച്ചണ് അവർ വെൽ മെയിൻറ്റൈൻ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. പൗഡർ കോട്ട് പെയിൻറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫുള്ള് കംപ്ലീറ്റ് മൊഡ്യൂളായിട്ട് ഫിറ്റിങ്സിന് മാത്രമാണ് അവരോട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലോറിങ്ങിനോ മറ്റു പെയിൻറ്റിങ്ങിനോ വേറെ കേടുപാടൊന്നും വരുന്നില്ല. ഫൈനലി ഇവർ ഫിറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവരുടെ മെറ്റീരിയലിന് മറ്റു പ്രത്യേകത എന്താ വെച്ചാൽ, ഇതവർക്ക് നമുക്ക് വേറെ ഈ ഫ്ലാറ്റ് മാറി നമ്മൾ ബോംബെയിലോട്ടോ ബാംഗ്ലൂരിലോട്ടോ ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് നമുക്ക് അവിടെ നിന്ന് റീയൂസ് ചെയ്യാൻ പറ്റും. ഒരു മെറ്റീരിയലും അത് പറ്റാത്ത സംഭവമാണ്. ഇത് ഇവിടുന്ന് ഊരിയെടുത്ത് ഇതിൻ്റെ ഓരോ മോഡലായിട്ട് നമുക്ക് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു നല്ല ടീമിനെയാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ കിച്ചൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരോട് തന്നെ ചോദിക്കണം നല്ലത്. കാരണം അവർ അതിൽ എക്സ്പേർട്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാം. ഇത് ശരിക്കും എത്ര സൈസിന്റെ കിച്ചണാണ് വരുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു 3 മീറ്ററോളം വരുന്നുണ്ട്. 3 മീറ്റർ സൈഡിൽ വരുന്നുണ്ട്. ഒരു സി ഷേപ്പിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എന്താണ് നിങ്ങളുടെ മെറ്റീരിയലിന്റെ അഡ്വാൻറ്റേജ് മറ്റു മെറ്റീരിയൽ ചെയ്യുമ്പോൾ? ആക്ച്വലി നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് സ്റ്റീലും അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലും ആണ് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിന്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. കഴുകാം, ക്ലീൻ ചെയ്യാം. സാധാരണ ഇതിൽ കിച്ചൺ പണ്ട് കാലത്ത് നമ്മൾ കിച്ചൺ യൂസ് ചെയ്തിട്ടിരുന്ന ശരിക്കും പറഞ്ഞാൽ കഴുകുക, ക്ലീൻ ചെയ്യുക എന്നൊരു ആക്ടിവിറ്റി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കാലക്രമേണ നമ്മൾ ഓൾട്ടർനേറ്റ് വുഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനെ കഴുകാനും വൃത്തിയാക്കാനൊക്കെ പറ്റും. ബെത്ത് ലിവിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 12 years ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പൊ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ തിരിച്ച് പഴയ രീതിയിൽ ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചൺ കഴുകണം, കിച്ചൺ വാഷ് ചെയ്ത് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് കഴുകാം, അല്ലെങ്കിൽ സ്റ്റീമിംഗ് ക്ലീനിങ് മെഷീൻസ് ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്ന പോലെ തന്നെ തിരിച്ച് റീറ്റെയിൻ ചെയ്യാൻ പറ്റും ഹൈജീനസ്. ഇതാണ് സ്റ്റീലിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ നമ്മൾ 2 ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ, സ്റ്റീൽ ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, രണ്ടും നമുക്ക് വാഷബിൾ ആണ്. ഹൈലി കൊറോഷൻ റെസിസ്റ്റന്റ് ആണ് GI എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ നമ്മൾ എപ്പോക്സി കോട്ടിങ് ചെയ്തിരിക്കുന്നത്. വെറുതെ പെയിന്റ് കോട്ടിംഗ് അല്ല, എപ്പോക്സി ബേക്ക് ചെയ്ത കോട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഓൺ ക്യാരക്ടർ ആണ്, തുരുമ്പ് വരത്തില്ല. വാഷ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണല്ലോ. എന്തെങ്കിലും കാരണവശാൽ തുരുമ്പോ അല്ലെങ്കിൽ വന്നാൽ നിങ്ങൾ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ വരുന്നത്? അതായത് തുരുമ്പിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈലി കൊറോഷൻ റെസിസ്റ്റന്റ് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ചെയ്യുന്ന വെച്ചാൽ കിച്ചൺ കഴുകാൻ പറയുന്ന ഒരു ആക്ടിവിറ്റി പറയുന്നത്. ഇൻ കേസ് ചെറിയ രീതിയിൽ എന്തോ സ്പോർട്സ് എന്തെങ്കിലും വന്നാൽ നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മളെ വിളിക്കുക, നമ്മൾ വന്ന് അത് റെക്ടിഫൈ ചെയ്യും. ഇതൊരു കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ, ചെന്നൊരു ഇടി ഇടിച്ച് അത് നശിഞ്ഞ് കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ തന്നെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. ചെറിയൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ അത് റെക്ടിഫൈ. മെജോറിറ്റി നമ്മുടെ പ്രോബ്ലംസിന് ഇതുവരെ നമുക്ക് ചേഞ്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ എല്ലാവരോടും നമ്മൾ പറയുന്ന കിച്ചൺ കഴുകി ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യും. ഇതെല്ലാം താഴെ ഒരു സ്കേർട്ടിങ്സിലായിരിക്കും. 10 cm ലെഗും വില പ്രൊഡക്റ്റുകളെല്ലാം തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ പ്ലഗ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊരി പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക് ലെഗ് ഇങ്ങനെ ഉരിപ്പോരും. ഫുൾ ലെവൽ നമുക്ക് ഇത് കഴുകി ക്ലീൻ ചെയ്ത് തിരിച്ച് ലോക്ക് ഇതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്ത് അതിന്റെ ഉള്ളിലോട്ട് ലോക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് സ്കേർട്ടിങ്സ് എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിതൊരു ഹൈജീൻ 100% തിരിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ അകത്ത് എന്ത് രീതിയിലെ ഫംഗ്ഷനാലിറ്റീസും കാര്യങ്ങളും നമുക്ക് നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും ഫംഗ്ഷനാലിറ്റി നമുക്ക് ഇതിന്റെ അകത്ത് കൊടുക്കാം, ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ഓൺ ബ്രാൻഡ് തന്നെയാണ്. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് ബെത്തിന്റെ ഹിഞ്ചസ് എന്നൊക്കെ പറയും. സാധാരണ ഇതിൽ ഹിഞ്ചസ് വരുന്നത് ജസ്റ്റ് മാറ്റ് പ്ലേറ്റഡ് ഹിഞ്ചസ് ഒക്കെ ആയിരിക്കും വരുന്നത്.
അപ്പൊ അതെന്താ വെച്ചാൽ കാലക്രമേണ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കഴുകി തുരുമ്പിച്ചൊക്കെ ഡാമേജ് ആയി പോകുന്ന ഒരു മേജർ ഇഷ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലയിടത്ത് തുരുമ്പെടുത്ത് പോകുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഇത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹിഞ്ചസ് കൊടുക്കുന്നത്. അപ്പൊ വാഷ് ചെയ്യുമ്പോഴും ഹിഞ്ചസ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്വാളിറ്റി ഹിഞ്ചസ് കൊടുക്കുന്നത്. 304 ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പിസ്റ്റൺസ് ഒക്കെ വരുന്ന ബ്രാസ് ആണ്. അത് ഷോ ചെയ്യുന്ന ഇമേജ്. അങ്ങനെ നമുക്ക് മറ്റു മെറ്റീരിയലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് വരുന്നത്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടി റീറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ ഫയർ റെസിസ്റ്റന്റ് ആണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു, ആക്ച്വലി ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു 3000 to 4000 ഫയർ ആക്സിഡന്റ്സ് സംഭവിക്കുന്നുണ്ട് ഡെയിലി. അതായത് ഇന്ന ഇയറിൽ സംഭവിക്കുന്നത്. കഴിഞ്ഞൊരു 5 വർഷത്തെ അവർ ഒരു ആർട്ടിക്കിൾ എടുത്തിട്ട് പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ഒരു സിലിണ്ടർ ആക്സിഡന്റ് ഉണ്ടായി. ഇതൊക്കെ വരുമ്പോഴും കിച്ചണിൽ എന്താ പക്ഷേ ഫയർ ആക്സിഡന്റ് വരുമ്പോൾ ഇമ്മീഡിയറ്റ് അവിടെ ഇരിക്കുന്ന പ്രൊഡക്ട്സുകളെല്ലാം കത്താം. സ്റ്റീൽ ആകുമ്പോഴേക്കും ആ ഒരു പ്രോബ്ലം നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇത് നേരെ ഫയർ പിടിക്കില്ല. ലൈറ്റ് വെയിറ്റ് വരുന്നല്ലേ പ്രൊഡക്റ്റ് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ വൈറ്റ് ബെയറിംഗ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ്, പക്ഷെ ലോഡ് അപ്രോക്സിമേറ്റ് 1 ടൺ വരെ നമ്മൾ വെയിറ്റ് കപ്പാസിറ്റി ഏത് കളറിലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് കളറിലും നമുക്ക് ചെയ്യാം. മാർക്ക് ലെവലുള്ള എന്ത് കളേഴ്സും നമുക്ക് ചെയ്യാം. നിങ്ങൾ ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഡിസൈൻസ് ഇന്റീരിയറിൽ എല്ലാ മെറ്റീരിയലും നിങ്ങൾ ചെയ്യുന്നില്ലേ? നമ്മൾ ഫ്രം ദ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഷൂ റാക്ക് വരുന്നുണ്ട്. പിന്നെ ലിവിംഗ് റൂമിലോട്ട് വരുന്ന TV ഏരിയ, പൂജ ഏരിയ, പ്രയർ സ്പേസ്, കീ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ട്രോളി ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ കിച്ചൺ, ബെഡ്റൂം ഏരിയ, സ്റ്റഡി റൂം, അതുപോലെ ബുക്ക് ഷെൽഫ്സ്. നിങ്ങൾ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഡിസൈനിങ് നിങ്ങളെ പാർട്ട് വരുന്നുണ്ട്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ ഒരു ഓൺ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ ക്ലയന്റ്സിന് ഇപ്പൊ ഒരു പ്രൈസ് അറിയണം. ഒരു ക്ലയന്റ് സാധാരണ ഇതിൽ ആൾക്കാർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് ചെല്ലുക, ഒരു ഇമ്മീഡിയറ്റ് ഒരു പ്രൈസിങ് അറിയാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഞങ്ങൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ സോഫ്റ്റ്വെയറിൽ തന്നെ ക്ലയന്റിന്റെ കൂടെ ഇരുന്ന് നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ക്ലയന്റിന്റെ നമ്മൾ സൈറ്റിൽ ചെന്ന് അവരുടെ ഒരു മെഷർമെന്റ് എടുത്ത് അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് എന്താണ് നമ്മൾ സംസാരിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് സെക്ഷൻ, അതായത് പിള്ളേർ ബിൽഡിംഗ് ബ്ലോക്സ് കളിക്കില്ല എന്ന് പറഞ്ഞ പോലെ റൂം ഡയമെൻഷൻ ഇട്ട് ജസ്റ്റ് ഡ്രാഗ് ക്ലയന്റിന്റെ കൂടെ ഇരുന്നു. അപ്പൊ ക്ലയന്റ് തന്നെ പറയണത് സപ്പോസ് എനിക്ക് ഇങ്ങനത്തെ ഒരു കോർണർ വേണം, അല്ലെങ്കിൽ കോർണറിൽ എജക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു ഫംഗ്ഷനാലിറ്റി വേണം. അപ്പൊ അതിന്റെ അകത്ത് തന്നെ ജസ്റ്റ് 1 ക്ലിക്കിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ലൈവായിട്ട് കാണാൻ ഡിസൈനും കാണാൻ പറ്റും, പ്രൈസും കാണാൻ പറ്റും. ഒരു ഇനീഷ്യലി ഒരു ക്ലയന്റ് വിളിക്കരുത്, അതായത് ഇപ്പോൾ ഒരു ഫ്ലോറിംഗ് കഴിഞ്ഞ ഒരു ക്ലയന്റ് ഇനീഷ്യലി വിളിക്കുക, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇന്റീരിയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിച്ചു. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കോസ്റ്റ് അറിയണം, അവർക്ക് ഡിസൈൻ കാണും വേണം. നിങ്ങൾ അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക? നമ്മള് അടുത്തുള്ള ലൊക്കേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചെന്ന് ക്ലയന്റിന്റെ എറണാകുളം നിയറോ അല്ലെങ്കിൽ ഈവൻ ഇപ്പൊ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഒക്കെയാണ്. ഇപ്പൊ ക്ലയന്റ് അബ്രോഡ് ആണെങ്കിൽ നമ്മൾ അവരെ ഓൺലൈൻ മീറ്റിംഗ്, കോഴിക്കോട്, മലപ്പുറം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് കണ്ട് ക്ലയന്റിന്റെ കൂടെ ഇരുന്ന് ആ റൂമിന്റെ മെഷർമെന്റ് എടുത്ത് അതിന്റെ സ്പേസ് അനുസരിച്ച് നമ്മൾ അതിന്റെ ലാപ്ടോപ്പായിട്ട് ഇരുന്ന് നമ്മളെ ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഡിസൈനിങ് കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് ഫാമിലി ആയിട്ടിരുന്ന് അവർക്ക് ഡിസൈൻ ചെയ്യാം. വൈഫും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ റിക്വയർമെന്റ്, കുട്ടികളുടെ ബെഡ്റൂം ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെയാണ് വേണ്ടത് ചാർജ് ചെയ്യുന്നുണ്ട്. ഇല്ലില്ല, ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ഡിസൈൻസ് കൊടുക്കുന്നത്. ഡിസൈൻസും അതിന്റെ കോസ്റ്റ് സംസാരിക്കുന്നതിനും വേറെ ചാർജബിൾ അല്ല, അതെല്ലാം നമ്മൾ ടോട്ടലി ഫ്രീ ആയിട്ട് തന്നെ വരും. അപ്പൊ നമ്മൾ എന്തൊരു ക്ലയന്റ് വിളിച്ചു, നിങ്ങൾ എന്താ അവർക്ക് ഡിസൈൻ കാണിച്ചു കൊടുത്തു, ഡിസൈൻ അവർക്ക് ഇഷ്ടമായി, നിങ്ങൾ അപ്പൊ തന്നെ ഒരു അപ്രോക്സ് കൊട്ടേഷൻ പറഞ്ഞു കൊടുക്കും. എക്സാക്ട്ലി നമുക്ക് കൊട്ടേഷൻ പറഞ്ഞു മെഷർമെന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഡിസൈനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കളർ ചേഞ്ചസ് ഒക്കെ നിങ്ങൾ സോഫ്റ്റ്വെയർ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിസൈൻ കൊട്ടേഷൻ ഓക്കെ, നേരെ നിങ്ങൾ വർക്കിലോട്ട് കടക്കും. നമ്മൾ അതിനുശേഷം അവരുടെ ഒരു ഇനീഷ്യൽ നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്നുണ്ട്. മെഷർമെന്റ്സ് എടുത്ത് അതിന്റെ പല ഡിസൈൻസ് കൺഫർമേഷനും പല സ്റ്റേജുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാനുഫാക്ചറിംഗിന് പോകുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു മാനുഫാക്ചറിംഗ് നമുക്കൊരു സമയമുണ്ട്, ഒരു 45 to 60 days നമുക്ക് മാനുഫാക്ചറിംഗ് സമയം എടുക്കുന്നത്. ഓൺ സൈറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 4 hours മതി. കിച്ചൺ പിടിപ്പിക്കാൻ നമുക്ക് 4 മണിക്കൂർ ഫുള്ളി ഫിനിഷ് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങാം. അപ്പൊ ഗ്രാനൈറ്റ് എല്ലാം കൂടി ഇട്ട് പോരാണ്ട് 2 ദിവസം മാക്സ് ടു മാക്സ്. അതിനുള്ളിൽ ഗ്രാനൈറ്റ് എല്ലാം ഇട്ട് വോൾട്ടേജ് ഒട്ടി നമുക്ക് ഫിനിഷ് ചെയ്ത് പുറത്തിറങ്ങാം. ഫാക്ടറിയിൽ നിന്നാണ് ഫുള്ളി. അതിന്റെ ഹിഞ്ചസും ഹാൻഡിലും സ്ലൈഡറും ഇതെല്ലാം പിടിപ്പിച്ച് ഫാക്ടറിയിൽ നിന്ന് വരും. നമ്മളൊരു വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മേടിക്കുന്ന പോലെ ഇൻഡിവിജ്വൽ ബോക്സസിൽ വരാം. അപ്പൊ വരിക, സൈക്കിൾ അൺബോക്സ് ചെയ്യുക, പിടിപ്പിക്കുക. ഇതാണ് നമ്മളൊരു ഇൻസ്റ്റലേഷൻ ടൈം ടേക്കൺ എന്ന് പറയുന്നത്. മറ്റു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഇത് ഇനി ഫ്ലാറ്റ് മാറുകയാണെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം. ഇപ്പൊ അതായത് ഇപ്പൊ ഇവിടെ നിന്ന് ഈ കിച്ചൺ തന്നെ അഴിച്ച് നമുക്ക് വേറൊരു സ്ഥലത്തോണ്ട് പിടിപ്പിക്കാൻ പറ്റും. സാധാരണ ഇതിൽ അഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പിടിപ്പിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഡിഫിക്കൽട്ട്. കാരണം ഇത് പാനൽ ടു പാനൽ ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഒന്നിനെ സപ്പോർട്ട് ചെയ്തായിരിക്കും അടുത്ത പാനലായിരിക്കും. അപ്പൊ ഇത് അഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് വീണ്ടും കോസ്റ്റ് മുടക്കണം ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ മേടിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് ആയതുകൊണ്ട് നമുക്ക് അഴിച്ചെടുത്ത് എങ്ങനെയാണ് റീഡിസൈൻ ചെയ്യാം, വേണ്ട അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് എത്ര നമ്മൾ കാണേണ്ടത് ഈ ഒരു കിച്ചൺ? ഇപ്പൊ ഒരു സ്പേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. എക്സാക്ട്ലി ഇതിന്റെ ഒരു സ്പേസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഒരു 2 lakhs താഴേക്ക് നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് സ്പേസ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡബിൾ വരും. പിന്നെ ഇതിന്റെ ഫംഗ്ഷനാലിറ്റീസ്, അക്സസറീസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് പ്രൈസ് ഹൈക്ക് ആവുകയും ചെയ്യും, താഴ്ത്തോട്ടും വരും. റിക്വയർമെന്റ്സ് അത് ഞാൻ നേരത്തെ പറഞ്ഞു, മിനിമം 1,50,000 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഇനീഷ്യൽ സ്പേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
നമുക്ക് അങ്ങനെ വാർഡ്രോബിന്റെ കാഴ്ചകളൊന്നും കണ്ടാൽ ഡെഫിനറ്റ്ലി. ഞാൻ എപ്പോഴും ഒരു ടീമിനെ റെക്കമെൻഡ് ചെയ്യണ 2 കാരണങ്ങളാണ്. ഒന്ന്, നമുക്ക് അതിന്റെ ഡ്യൂറബിലിറ്റി നല്ലോണം കിട്ടണം, മറ്റൊന്ന് കോസ്റ്റ് കുറയണം. ഇത് രണ്ടും പരസ്പരം റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ്. ഡ്യൂറബിലിറ്റി നല്ലോണം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക് റേറ്റ് കൂടും, എന്നാൽ റേറ്റ് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറക്കും ചെയ്യാം, എന്നാൽ ഡ്യൂറബിലിറ്റി കൂട്ടും ചെയ്യാം. അങ്ങനത്തെ മെറ്റീരിയലാണ് നമ്മളിപ്പോൾ കിച്ചൺ പരിചയപ്പെടുത്തി, അതിൻ്റെ ഒരു വാർഡ്രോബ് കൂടി നമുക്ക് പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ശരിക്കും 4 ഡോർ വരുന്നുണ്ടല്ലോ ഇതിന്. ഇതിപ്പോ ഒരു 4 ഡോർ വരുന്ന രീതിയിൽ സ്പേസ് ചെയ്ത് 4 ഡോർ ആകുമ്പോൾ തന്നെ ഇതൊരു മൊഡ്യൂൾ അല്ലേ? ഇതൊരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ എന്നതിൽ പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതായത് ഇതൊരു ഫുൾ സെറ്റാണ്. ഈ ഒരു സെറ്റിൽ ഇവിടെ ഒരു അഡീഷണൽ പാർട്ടീഷൻ വരും. അപ്പൊ ആ പാർട്ടീഷന് ഇതുമായി വേറൊരു മൊഡ്യൂളാണ്, ഈ മിറർ യൂണിറ്റിന്റെ വേറൊരു മൊഡ്യൂളാണ്. അങ്ങനെ 3 മൊഡ്യൂളാണ്. ഓരോ മൊഡ്യൂളിലാണ് നിങ്ങൾക്ക് റേറ്റ് വരുന്നത്. വാർഡ്രോബ് ആകുമ്പോൾ നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഇതിനെ സിംഗിൾ ഡോർ ആക്കാം, 2 ഡോർ ആക്കാം, 3 ഡോർ ആയിട്ടുള്ള മൊഡ്യൂൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ ഒരു മിററിന്റെ താഴെ ഒരു കോസ്മെറ്റിക്സ് ഒക്കെ വെക്കുന്ന രീതിയിൽ ഡ്രോവർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ താഴെ വരുമ്പോൾ ഇതിന്റെ താഴെ ഒരു ബേസ് ഡ്രോവർ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് 2 ബേസ് ഡ്രോവർ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. ഇൻസൈഡ് ലോക്കേഴ്സ് ഡ്രോവറുകൾ ആഡ് ചെയ്യണമെന്ന് നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇൻസൈഡ് വെർട്ടിക്കൽ പാർട്ടീഷൻസ് ഒക്കെ അതെല്ലാം നമുക്ക്. ഞാൻ ഒരുപാട് ഹോം ടൂർ ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന ഡിഫക്റ്റ് എന്ന് വെച്ചാൽ പല ഡോറുകൾ തൂങ്ങുന്ന വിഷയം വരും. കാരണം വെയിറ്റും ഉണ്ട്, അത് കാലക്രമേണ ചെയ്യുമ്പോൾ വെള്ളം വലിച്ചെടുത്തതൊക്കെ തൂങ്ങുന്ന അങ്ങനത്തെ വിഷയത്തിന് വരുന്നില്ലല്ലോ മെറ്റീരിയൽ. സ്റ്റീൽ ഇപ്പൊ പറഞ്ഞ പോലെ സാധാരണ ഒരു ഹിഞ്ചിന് ഒരു വെയിറ്റ് കപ്പാസിറ്റി ഉണ്ടാവും. സപ്പോസ് ഇപ്പൊ ഒരു 5 kg ആണ് വെയിറ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഡോർ ഒരിക്കലും ആ വെയിറ്റിന് കൂടുതലാവരുത്. ഇപ്പൊ ഡോർ 20 kg ഉണ്ടെങ്കിൽ നമ്മൾ 4 ഹിഞ്ച് കൊടുക്കണം, അല്ലെങ്കിൽ 5 ഹിഞ്ച് കൊടുക്കണം. സാധാരണ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോർ ഒരു സൈസ് അടിച്ച് വെക്കും, 3 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വെക്കും. അപ്പൊ ഇത് കാലക്രമേണ ഈ ഹിഞ്ചിന് താങ്ങാൻ പറ്റാണ്ടാവുമ്പോഴാണ് ഇത് ഹാങ് തൂങ്ങിപ്പോകും. നമ്മളിത് പക്ക എഞ്ചിനീയർഡ് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഡിസൈനിങ്ങിലാണ് ഇതിന്റെ ഫുള്ള് വർക്ക് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചൺ പോലെ തന്നെ വാർഡ്രോബ് നമുക്ക് പിടിപ്പിക്കാനായിട്ടൊരു 4 മണിക്കൂർ മതി. പക്ഷേ ഇത് ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് പോലെ തന്നെ നമ്മൾ ഇതിനെ പിടിപ്പിച്ച് ചേർത്തത് പാനലുകളായിട്ട് വന്നിട്ട്. അപ്പൊ ഇത് ഫുള്ളി ഫാക്ടറിയിൽ നിന്ന് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ എന്താ പറയുക, ഇതിന്റെ വെയിറ്റ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഹിഞ്ചിന്റെ ആണെങ്കിലും അതിന്റെ ഓരോന്ന് ഷെൽഫിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ എഞ്ചിനീയർഡ് രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു വാർഡ്രോബ് നമുക്ക് എത്ര കോസ്റ്റ് കണക്കാക്കാൻ പറ്റും? ഇപ്പൊ ഒരു സ്പേസ് നമുക്ക് ചെയ്യണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 80,000 to 1 lakh rupees നമുക്ക് ഈ ഒരു സ്പേസ് ചെയ്യാം. ഇത് നമുക്ക് 2 ഡോർ ആക്കി ചെയ്യണമെങ്കിൽ 2 ഡോർ ആക്കി ചെയ്യാം, അതല്ലെങ്കിൽ 3 ഡോർ ആക്കി ചെയ്യണമെങ്കിൽ 3 ഡോർ ആക്കി ചെയ്യാം. അത് എങ്ങനെയാണോ നിങ്ങൾക്ക് സ്പേസ് വേണ്ടത്. അത് ഇപ്പൊ ഒരു മിറർ വിത്ത് ഈ ഡോറിൽ തന്നെ നമുക്ക് മിറർ ഒട്ടിക്കണം, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാണോ കസ്റ്റമർ റിക്വയർമെന്റ് അതനുസരിച്ച് എപ്പോഴും ഇതിന്റെ ഡിസൈൻസ് മാറുന്നതനുസരിച്ച് പ്രൈസ് വ്യത്യാസം വരും. എന്നാലും ഓൺ ആൻഡ് അവർ നമുക്ക് ഈ ഒരു സ്പേസിന് 80,000 to 1 lakh rupees നമുക്കൊരു 2 മീറ്റർ 2.5 മീറ്റർ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സാധാരണ ഇതിന്റെ പ്രശ്നം ഞാൻ കാണാറുണ്ട് വെച്ചാൽ പെയിന്റ് ഇളകി പോരുന്ന വിഷയം ഉണ്ടാവും. നമ്മളിപ്പോ GI പൈപ്പുമല്ലോ അല്ലെങ്കിൽ MS പൈപ്പിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെയിലത്താണ് വെക്കുന്നത്, അതിങ്ങനെ പൊളിഞ്ഞു വരുന്നതാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഡിഫക്ട് ഇത് വരുന്നുണ്ടോ? ഇത് എപ്പോക്സി കോട്ടിംഗ് ആണ്. ഇത് ബേക്ക് ചെയ്താണ് ഓൾറെഡി കോട്ട് ചെയ്യുന്നത്. ഒരു 270 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രിയിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇതിന് ബേക്ക് ചെയ്ത് കോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നോർമലി പെയിൽ ഓഫ് ആയി പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ പെയിന്റ് ഫെയ്ഡ് ആയി പോകുന്ന പ്രശ്നങ്ങൾ ഇതിന് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഇത് ഫയർ റെസിസ്റ്റന്റ് ആണ്. ഇപ്പൊ തീയൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ആൽക്കഹോൾ കണ്ടന്റുകളൊന്നും ഇല്ല. ഇത് ഫുള്ളി ബേക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സ്ക്രാച്ച് റെസിസ്റ്റന്റ് പോലെയാണ് വരുന്നത്. ഇതല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാക്കർ കോട്ടിംഗ് അവൈലബിൾ ആണ്. PVD ആണെങ്കിൽ PVD ചെയ്യാം. അത് പല കളക്ഷൻസ് നമുക്ക് ചെയ്യാം. വുഡ് ചെയ്യണമെങ്കിൽ വുഡ് ടെക്സ്ചർ ചെയ്യാം. അത് ഓരോ കളേഴ്സ് അനുസരിച്ച് നമുക്ക് ഒരു കസ്റ്റമർക്ക് ഇതിന്റെ മൊത്തം ഡിസ്പ്ലേ കാണാൻ നിങ്ങൾക്ക് യൂണിറ്റോ ഫാക്ടറി നമുക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേ ഷോറൂം ഉണ്ട്. നമുക്ക് ഓൾവ് 35ഓളം ഷോറൂംസ് നമുക്ക് ഓൾ ഇന്ത്യ വരുന്നുണ്ട്. അപ്പൊ ക്ലയന്റിന് എവിടെയാണ് നിയറസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇപ്പൊ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട്, മൂവാറ്റുപുഴയിലുണ്ട്. കേരളത്തിൽ വേറെ ഉള്ളത്? കേരളത്തിൽ നമുക്ക് ട്രിവാൻഡ്രം വരുന്നുണ്ട്, കൊല്ലം വരുന്നുണ്ട്, അതുപോലെ തന്നെ കോട്ടയം വരുന്നുണ്ട്, എറണാകുളം വരുന്നുണ്ട്, തൃശ്ശൂർ വരുന്നുണ്ട്, പാലക്കാട് വരുന്നുണ്ട്, കോയമ്പത്തൂർ, കണ്ണൂർ, കോഴിക്കോട്. ഓൾമോസ്റ്റ് നമുക്ക് അത്ര ഏരിയസിൽ എവിടെയാണെങ്കിൽ നമുക്ക് ചെന്ന് കാണാൻ പറ്റുന്ന. ബാംഗ്ലൂർ നമുക്ക് വരുന്നുണ്ട്. ബാംഗ്ലൂർ തന്നെ നമുക്ക് പല സ്ഥലത്ത് വരുന്നുണ്ട്. ചെന്നൈ വരും, തമിഴ്നാട്. ഓൾമോസ്റ്റ് നമുക്ക് ഓൾ ഇന്ത്യ പാനത്തിൽ 35ഓളം ഷോറൂംസ് പല സ്ഥലത്ത് വരുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് എവിടെയാണോ അവിടെ പോയി കാണണമെങ്കിൽ അവിടെ പോയി കാണാം. അല്ല ക്ലയന്റ് എബ്രോഡ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് എടുത്ത് ക്ലയന്റിന്റെ പ്ലാൻ അനുസരിച്ച് നമുക്ക് അതിന്റെ ഡിസൈൻ വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. എനിക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ റൂമൊക്കെ നമ്മൾ ഹോം ടൂർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. സാധാരണ നമുക്ക് ഇന്റീരിയറിന് ഇത്രയും ഡിഫറെന്റ് മെറ്റീരിയൽ ഉള്ള സമയത്ത് ഒരുപാട് കമ്പനികൾ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റീൽ നിങ്ങൾ തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ബെത്ത് ലിവിങ്ങിനെ ഓപ്ഷനായി സ്വീകരിക്കാനുള്ള കാരണം എന്തായിരുന്നു? ആക്ച്വലി ഇതിനകത്ത് മെയിൻ ഇൻട്രസ്റ്റ് വന്നത് എൻ്റെ വൈഫാണ്. വൈഫ് സബ് ജഡ്ജാണ്. വൈഫിന്റെ പേര് രജിത ആർ. സബ് ജഡ്ജാണ്, എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ നേരെ തൃശ്ശൂരായിരുന്നു. അപ്പൊ നമ്മളിവിടെ ഇതൊരു 2 year ബാക്ക് മേടിച്ചതാണ് ഫ്ലാറ്റ്. അപ്പോൾ വൈഫിന് വേറൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ അറിയുന്നത്, ബെത്ത് ലിവിങ്ങിനെ പറ്റി വേറൊരു ഫ്രണ്ട് വഴി. പിന്നെ ഞങ്ങളത് ഇന്റർനെറ്റ് വഴിയും യൂട്യൂബിലൊക്കെ ഞങ്ങൾ ഇവരുടെ ആഡ് കണ്ടു.
അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റിയും സ്റ്റഡി ചെയ്തു, ബെത്ത് ലിവിങ്ങിനെ പറ്റിയും അവരുടെ ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇവരുടെ ഓഫീസിലും ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. ഞങ്ങൾ ഇവിടെ തന്നെയാണ്, വൈറ്റിലെയാണ് ഇവരുടെ ഓഫീസ്. അവിടെ അപ്രോച്ച് ചെയ്തപ്പോൾ അവരുടെ കാര്യങ്ങളെപ്പറ്റി അവർ ഡീറ്റെയിൽ ആയിട്ട് അവർ സംസാരിച്ചു. ഇത് ഗാൽവനൈസ്ഡ് അയണാണ്, ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവും, കൊറോഷൻ ഉണ്ടാവില്ല, റസ്റ്റ് ഫ്രീ റെസ്റ്റാണ്, ഇതിൻ്റെ ഡ്യൂറബിലിറ്റി, മെയിൻ്റെനൻസ്, അവരൊരു സർവീസ് എഞ്ചിനീയർസ് ടീമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇവരായിട്ട് കൈ കൊടുത്ത് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മൾ മെയിൻ 3 ബെഡ്റൂമും കിച്ചണും വർക്ക് ഏരിയ ഉൾപ്പെടെ ചെയ്യാമെന്ന് ഇവരായിട്ട് എഗ്രിമെന്റ് ചെയ്തത്. ഇത് കമ്പാരിറ്റീവ്ലി തന്നെ ഈ മൾട്ടിവുഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും മൾട്ടിവുഡാണ് 90%. ഇതിന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഇതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്. എനിക്ക് തോന്നുന്നത് മെയിൻ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 20% അറൗണ്ട് നിയർലി 20% കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നാണ് ഞങ്ങളൊരു വിലയിരുത്തൽ ഞങ്ങൾ പഠിച്ചതിന് ശേഷം. പിന്നെ ഇതിൻ്റെ വേറൊരു മെയിനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നാളെ ഒരു കുറച്ച് ഇയർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫ്ലാറ്റ് വിറ്റ് വേറെ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്യണം, ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റിയിൽ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഓരോരോ പോർഷനാണ്, ഇത് അഴിച്ച് നമുക്ക് വേറെ ഫിറ്റ് ചെയ്ത് പോകാം. മറ്റേ മൾട്ടിവുഡ് ആകുമ്പോൾ പറ്റില്ല, അത് നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഡിസ്പോസ് ചെയ്തിട്ട് പോകണം. ഇത് തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഇവർ തന്നെ അതിൽ സപ്പോർട്ട് ചെയ്യും. ഇവർ തന്നെ അത് പോർഷനായിട്ട് പീസായിട്ട് ഇവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് മെച്ചമാണ് നമ്മൾ കണ്ടത് അതിനകത്ത്. ഇതിന്റെ കളറൊക്കെ നമ്മൾ പല ടൈപ്പ് കളറുണ്ട്, നമ്മളൊരു മീഡിയം ലെവലിലാണ് എടുത്തത്. പല ടൈപ്പ് കളറുണ്ട്, പിന്നെ പിള്ളേരുടെ ചോയ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഇവരുടെ ഡിസൈൻ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെ ഡിസൈൻ ചെയ്ത് കാണിച്ചു ഡിസൈൻ ചെയ്ത് അവരുടെ ഓഫീസിൽ അവരെ കാണിച്ചു തന്നു. അവരെല്ലാം കാണിച്ചു തന്ന് ഫൈനൽ അപ്രൂവലിന് മുമ്പ് എല്ലാം കാണിച്ചു തന്നതിന് ശേഷമാണ് 3D പ്ലേ ഇട്ട് കാണിച്ചു തന്നത്. നമ്മളെ പേരെന്തായിരുന്നു? ആദ്ര. നല്ല അടിപൊളി പേരാണല്ലോ. എല്ലാവർക്കും ഇപ്പം നമ്മൾ ഹോം ടൂർ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഡിഫറെൻ്റ് ആയിട്ട് ഒരു കിഡ്സ് റൂം ഉണ്ടാവും. ആ കിഡ്സ് റൂമിൽ പ്രത്യേകമായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുപോലെ പലപ്പോഴും ഡിഫറെന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾ ഇവിടെ സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് നിങ്ങളുടെ റൂമിനെ കുറിച്ചുള്ള അഭിപ്രായം, വാർഡ്രോബിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് പറയാനുള്ളത്? കളർ ഞാൻ തന്നെ ചൂസ് ചെയ്തത് പെർപ്പിൾ പോലത്തെ ഒരു കളറായിരുന്നു ചൂസ് ചെയ്തത്. വാർഡ്രോബും സ്റ്റഡി ടേബിളും അതുപോലെ തന്നെ നമ്മള് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെക്കണ ഒരു മിററൊക്കെ വെച്ചുള്ള ഒരു വാർഡ്രോബാണ് നോക്കിയത്. അപ്പൊ അത് നല്ല രസമുള്ള നല്ല കളറിൽ വന്നിട്ട് നല്ല രസമായിരുന്നു. നല്ല സ്പേസും ഉണ്ട് അകത്ത്, ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. കീയും ഉണ്ട് അതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കീയും ഉണ്ട്, നല്ലതാണ്. അപ്പൊ നമുക്ക് ഇതേമാതിരി കിഡ്സ് റൂം ഒക്കെ ഉണ്ടാക്കുമ്പോൾ റെഫർ ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങൾ ഏകദേശം 1 വർഷത്തോളം ഉപയോഗിച്ചു അല്ലേ? ഓക്കെ അല്ലേ? പ്രത്യേകിച്ച് ഇപ്പൊ കംപ്ലൈന്റുകളും കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ലില്ല. നിങ്ങൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. വേണമെങ്കിൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാട്ടോ യൂട്യൂബില്, കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്ലയന്റിന്റെ ഫീഡ്ബാക്ക്. ഏകദേശം 1 വർഷമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് സ്റ്റീൽ മെറ്റീരിയൽ. നമ്മളെപ്പോഴും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന സമയത്ത് അത് മുൻകൂട്ടി ഉപയോഗിച്ച ക്ലയന്റിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അവർ ഇതുപോലെ ക്യാമറക്ക് മുന്നിൽ വന്ന് പറയുകയാണെങ്കിൽ പിന്നീട് നമ്മൾ അതിന് വേറെ ഒന്ന് റീചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് അത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ബെത്ത് ലിവിംഗ് എന്ന കമ്പനി ഞാൻ നിങ്ങൾക്ക് സജഷൻ ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്റീരിയർ ലൈവായിട്ട് ഡിസൈൻ ചെയ്ത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ ഡ്യൂറബിലിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഇന്റീരിയർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.